ഫ്രണ്ട്സ്, നിങ്ങളുടെ ബേബിക്ക് വേണ്ടി ഒരു ബെസ്റ്റ് ബോട്ടിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന ഒരു ബോട്ടിൽ നിങ്ങൾക്ക് വാങ്ങാം. അതിനു മുമ്പ് സാധാരണ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഒരു കൺഫ്യൂഷൻ വരും ബേബിക്ക്, ബ്രസ്റ്റും ബോട്ടിലും തമ്മിൽ. ബിക്കോസ് എന്താണ്, ഈ നിപ്പിളിൽ നിന്ന് ഈസിലി അവർക്ക് മിൽക്ക് അവൈലബിൾ ആവും, മറ്റത് സക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത് തന്നെ ബേബിയുടെ ഒരു ഫീഡിങ്ങിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് അതൊരു പ്രോബ്ലം. അതേപോലെ തന്നെ എയർ വരുന്നത് മൂലം അവർക്ക് ഗ്യാസ് ഇഷ്യൂസ് ഉണ്ടാകും സാധാരണ ബോട്ടിൽസിൽ. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താ പറയുക, മിൽക്ക് ഒരു ഫിലിപ്സ് അവൻ്റെ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നോൺ കോളിക്കാണ്. ബിക്കോസ് എയർ ഇൻടേക്ക് ഇതിനകത്ത് കുറവായിരിക്കും. സെയിം ടൈമിൽ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജും എന്താണെന്ന് വെച്ചാൽ നിപ്പിൾ കൺഫ്യൂഷൻ വരില്ല. ബിക്കോസ് ഇത് ബ്രസ്റ്റിലെ പോലെ തന്നെ സക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ഇതിനകത്തുനിന്ന് മിൽക്ക് കിട്ടത്തുള്ളൂ. ഇതൊരു 125 ml ബോട്ടിലാണ് കേട്ടോ. പിന്നെ BPA ഫ്രീ ആണ്, അതായത് ഹാർഡ് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടില്ല ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നോൺ കോളിക്കാണ്, നിപ്പിൾ കൺഫ്യൂഷൻസ് ബേബിക്ക് ഉണ്ടാവുന്നില്ല, പിന്നെ BPA ഫ്രീ ആണ്, ഈസി ടു ക്ലീൻ ആണ്. അപ്പം ഇത്രയും അഡ്വാൻറ്റേജസ് എല്ലാം ഈ ബോട്ടിൽ നമ്മുടെ ബേബീസിന് ഏറ്റവും ഗുഡായിരിക്കും. അപ്പം നിങ്ങൾ നല്ലൊരു ബോട്ടിലാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.